32 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടെ 14 മനുഷ്യന്മാരെ ക്രൂരമായി കൊല്ലുകയും ഒരുപാട് ആളുകളുടെ ജീവിതം ദുരിതമാക്കി തീർക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരുന്നു. അയാളെ പേടിച്ച് സന്ധ്യയായാൽ ജനങ്ങളാരും പുറത്തിറങ്ങിയിരുന്നില്ല. എന്തിന്, പോലീസുകാർ പോലും രാത്രി പെട്രോളിങ്ങിന് പോകുമ്പോൾ ഫാമിലിയെ ഒറ്റക്കാക്കാതിരിക്കാൻ കൂടെ കൂട്ടിയിരുന്ന ഭയത്തിൻ്റെ രാത്രികളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഒരു നാട് മുഴുവൻ അയാളെ പിടിക്കാൻ ആയുധങ്ങളുമായി രാത്രി ഉറക്കമൊഴിച്ചപ്പോഴും അതിൽ നിന്നെല്ലാം വിദഗ്ധമായി രക്ഷപ്പെട്ട് വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ ചെയ്ത് ക്രൂരതയിലൂടെ കുപ്രസിദ്ധി ആർജിച്ച മുതുകുറ്റി ചന്ദ്രൻ എന്ന സീരിയൽ കില്ലർ അഥവാ റിപ്പർ ചന്ദ്രൻ. ഉത്തര കേരളത്തെ മുഴുവൻ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ റിപ്പർ ചന്ദ്രനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സർക്കാരിൻ്റെ ഭരണമോ വിലക്കയറ്റമോ ഒന്നും അന്ന് ജനങ്ങൾക്ക് ചർച്ചയായിരുന്നില്ല. കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി നായനാർ DYFI പ്രവർത്തകരോട് വിവിധ ഗ്രൂപ്പുകളായി തിരഞ്ഞ് റിപ്പറിനെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട എല്ലാവരും ഒരുപോലെ തെരഞ്ഞു നടന്ന സീരിയൽ കില്ലർ. 1950-ൽ കാസർഗോഡ് കരിന്തള്ളത്ത് മുതുകുറ്റിയിൽ കുഞ്ഞമ്പുവിൻ്റെ മകനായിട്ടാണ് റിപ്പർ ജനിക്കുന്നത്. കള്ളിൽ ചേർക്കുന്ന ഉരുന്ന് കാട്ടിൽ പോയി ശേഖരിച്ച് നീലേശ്വരത്തെ കടയിൽ കൊണ്ടുപോയി വിറ്റാണ് അവരുടെ കുടുംബം ജീവിച്ചിരുന്നത്. 10 വയസ്സുള്ളപ്പോൾ അയാളുടെ അച്ഛൻ മരിച്ചു പോകുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ താന്തോന്നിയായിട്ടായിരുന്നു റിപ്പർ വളർന്നു വന്നത്. 14-ാമത്തെ വയസ്സിൽ നാട് വിട്ട അയാൾ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി. പക്ഷെ അപ്പോഴേക്കും അയാൾ ധാരാളം കളവുകളും ക്രൂരതകളും പ്രവർത്തിച്ചു കഴിഞ്ഞിരുന്നു. 1977-ൽ ഒരു മോഷണ കേസിലാണ് ആദ്യമായി റിപ്പർ ചന്ദ്രൻ പോലീസ് അറസ്റ്റിലാകുന്നത്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം അയാൾ നേരെ പോയത് കർണാടകത്തിലേക്കാണ്. അവിടെ വെച്ച് തിമ്മയ്യ എന്നൊരു കൂട്ടുകാരനെ കിട്ടുന്നു. ഇവർ രണ്ടുപേരും കൂടിയായിരുന്നു പിന്നീട് പല മോഷണങ്ങളും നടത്തിയത്. 1985 സെപ്റ്റംബർ 10-ലാണ് മനുഷ്യരെ തലക്കടിച്ചു കൊല്ലുന്ന ക്രൂരമായ റിപ്പർ മോഡൽ കൊലപാതകം ചന്ദ്രൻ ആരംഭിക്കുന്നത്. പത്രങ്ങൾ റിപ്പർ ചന്ദ്രനെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ധാരാളം വാർത്തകൾ എഴുതാൻ തുടങ്ങി. പോലീസും ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ഒന്നിച്ചിറങ്ങിയിട്ട് പോലും റിപ്പർ ചന്ദ്രൻ്റെ പൊടി പോലും കണ്ടെത്താൻ സാധിച്ചില്ല. പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയുന്ന ചെറ്റക്കുടിലുകൾ, ചെറിയ വീടുകൾ, ഇവിടെയായിരുന്നു റിപ്പർ കൂടുതലായി മോഷണം നടത്തിയിരുന്നത്. കാരണം വലിയ വീടുകളിൽ മോഷണം നടത്തുന്നത് കൂടുതൽ റിസ്ക് ആണെന്ന് അയാൾക്കറിയാമായിരുന്നു. ചെമ്മനാട് കരിന്തറയിലെ രമണിയുടെ വീട്ടിലേക്ക് ഇരുട്ടിൻ്റെ മറപറ്റി എത്തിയ ചന്ദ്രൻ ഒരു ദയയും കൂടാതെ രമണിയെ തലക്കടിച്ച് സ്വർണവും പണവും കവർന്ന് രക്ഷപ്പെടുന്നു. രമണിക്ക് അന്ന് ജീവൻ മാത്രമാണ് ബാക്കിയായത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇതേ രീതിയിൽ ഒരു സ്ത്രീ കൂടി കാസർഗോഡ് കൊല്ലപ്പെട്ടപ്പോഴാണ് ഇതൊരു സീരിയൽ കില്ലിങ്ങിൻ്റെ തുടക്കമാണോ എന്ന് പോലീസ് സംശയിക്കുന്നത്. അതോടുകൂടി പോലീസിൻ്റെയും ജനങ്ങളുടെയും ചങ്കിടിപ്പ് കൂടി. അവിടെ നിന്ന് അങ്ങോട്ട് കൊലപാതകങ്ങളുടെ ഒരു നിര തന്നെയായിരുന്നു റിപ്പർ ചെയ്തത്. 1985 ഒക്ടോബർ 15-ന് മനുഷ്യ മനസാക്ഷിയെ നെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം റിപ്പർ നടത്തി. മഞ്ചേശ്വരത്തെ ബംഗാരി എന്ന ഗ്രാമത്തിൽ പാണ്ഡയും അദ്ദേഹത്തിൻ്റെ കുടുംബവും രാത്രി 8 മണിക്ക് ഉറങ്ങാൻ കിടന്നു. പാണ്ഡയും ഭാര്യയും അകത്ത മുറിയിലാണ് കിടന്നിരുന്നത്. കുട്ടികളായ ബാല, കാല, അരുന്ധതി എന്നിവർ ചാവടിയിലും ജോലിക്കാരൻ അനന്തൻ പുറത്തും കിടന്നു. അപ്പോഴാണ് കയ്യിൽ പിക്കാസുമായി മരണദൂതനെ പോലെ റിപ്പർ അങ്ങോട്ട് വരുന്നത്. പാണ്ഡയെയും അനന്തനെയും പുഷ്പയെയും അയാൾ നിഷ്കരുണം കൊന്നുകളഞ്ഞു. ചിത്താരയിലെ മണി, ചാവുകൊല്ലിയിലെ പുഷ്പയും ഗോപാലകൃഷ്ണയും, ചാമുണ്ടിക്കുന്നിലെ കുട്ടിയാൻ, ഓമഞ്ചൂരിയിലെ സാറ, വേലക്കാരൻ വിശ്വനാഥൻ, ഇങ്ങനെ നീളുന്നു റിപ്പറിൻ്റെ ക്രൂരതയ്ക്കിരയായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ എണ്ണം. റിപ്പറിനെ കുറിച്ച് പോലീസിന് ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. കൊലപാതകങ്ങളിലെ സമാനതകളാണ് ഇതെല്ലാം ചെയ്തത് ഒരാളായിരിക്കാമെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്. പോലീസ് റിപ്പറെ തേടി നാട് മുഴുവൻ പരക്കം പാഞ്ഞു. സംശയാസ്പദമായി ചുറ്റിത്തിരിയുന്നവരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്രതീക്ഷിതമായി ആ അറസ്റ്റ് ചെയ്തവരിൽ റിപ്പർ ചന്ദ്രനും ഉണ്ടായിരുന്നു. എന്നാൽ അത് റിപ്പറാണെന്ന് പോലീസിന് മനസ്സിലായില്ല. അന്ന് പിടിക്കപ്പെട്ട എല്ലാ ആളുകളുടെയും
ഫിംഗർ പ്രിൻ്റ് എടുത്ത് സംശയങ്ങളൊന്നും ഇല്ലാത്തതിനാൽ റിപ്പർ അടക്കം ഒരുപാട് ആളുകളെ പോലീസ് വിട്ടയച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി 24 മണിക്കൂർ കഴിയുന്നതിൻ്റെ മുമ്പ് തളിപ്പറമ്പിൽ മറ്റൊരു സ്ത്രീയെ കൂടി റിപ്പർ തലക്കടിച്ചു കൊന്നു. എന്നാൽ ഏതൊരു കുറ്റവാളിക്കും ഒരവസാനമുണ്ടാകുമെന്ന് പറയുന്നത് പോലെ തൻ്റെ അമ്മയെ തലക്കടിച്ച് കൊല്ലുന്നത് ആ വീട്ടിലെ ചെറിയൊരു കുട്ടി മരത്തിൻ്റെ മറവിൽ നിന്ന് കണ്ടു. അതുപോലെ അയാൾ മദ്യം കുടിച്ച കുപ്പി ആ വീട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ആ കുപ്പിയിൽ അയാളുടെ കൈവിരൽ പതിഞ്ഞിരുന്നു. ദൃക്സാക്ഷിയായ കുട്ടിയും വിരലടയാളം പതിഞ്ഞ കുപ്പിയും റിപ്പറിനെ പിടിക്കാൻ പോലീസിനെ ഏറെ സഹായിച്ചു. 1986 ഫെബ്രുവരി 27 ചിക്മംഗ്ലൂരിൽ സംശയാസ്പദമായി കുറേ ആളുകൾ അറസ്റ്റ് ചെയ്തതിൽ ചന്ദ്രനും ഉൾപ്പെട്ടു. വിരലടയാളം ഒത്തുനോക്കിയ പോലീസ് ഞെട്ടിപ്പോയി. അവർക്കവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇത്രയും കാലം കേരളവും കർണാടകവും ഒരുപോലെ തേടിക്കൊണ്ടിരുന്ന റിപ്പർ ചന്ദ്രൻ മുതുകുറ്റി ചന്ദ്രനായിരുന്നെന്ന് അന്ന് ലോകമറിഞ്ഞു. പോലീസ് അറസ്റ്റിലായ ശേഷം 1987 കോടതി അയാൾക്ക് വധശിക്ഷ വിധിക്കുന്നു. 4 വർഷം കണ്ണൂർ ജയിലിൽ ഏകാന്ത തടവിലായിരുന്നു റിപ്പർ താമസിച്ചത്. ജയിലിൽ അയാൾ പോലീസുകാരെ പോലും വിറപ്പിച്ചു. പല പോലീസുകാർക്കും അയാളുടെ സെല്ലിലേക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. ഒരിക്കൽ ജയിൽ സന്ദർശിക്കാൻ വന്ന കോടതി ജഡ്ജിയുടെ മുഖത്തേക്ക് റിപ്പർ ആഞ്ഞു തുപ്പുന്നുണ്ട്. വളരെ കോപാകുലനായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ റിപ്പർ. എന്നാൽ അവസാന കാലഘട്ടത്തിൽ മരണം കാത്തു കഴിയുമ്പോൾ അയാളെ വളരെ സൗമ്യനായി കാണപ്പെട്ടു. ജീവിക്കാൻ അയാൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ചെയ്ത തെറ്റുകളെല്ലാം അയാൾ ഏറ്റുപറഞ്ഞ് പലപ്പോഴും വൈകാരികമായ പിന്തുണ നേടാനും ശ്രമം നടന്നു. അവസാന കാലഘട്ടത്തിൽ സുകുമാർ അഴീക്കോടിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച റിപ്പർ അദ്ദേഹം വന്നപ്പോൾ തന്നെ രക്ഷിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് സുകുമാർ അഴീക്കോടിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ തന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. മനസ്സ് ശാന്തമായപ്പോൾ അയാൾ എഴുത്തും വായനയും പഠിച്ചു. ബുക്കുകൾ വായിക്കാൻ ആരംഭിച്ചു. സാഹസിക ജീവിതം നയിച്ച ആളുകളെക്കുറിച്ചുള്ള പുസ്തകങ്ങളായിരുന്നു ആദ്യം വായിച്ചിരുന്നത്. പിന്നീട് ആത്മീയ പുസ്തകങ്ങളിലേക്ക് മാറി. പിന്നീട് തൂക്കിലേറ്റുന്ന സമയം വരെയും വളരെ ശാന്തനായിട്ടായിരുന്നു അയാളെ കാണപ്പെട്ടത്. 1991 ജൂലൈ 6 കണ്ണൂരിൽ വെച്ച് അയാളെ തൂക്കിക്കൊല്ലുമ്പോൾ 41 വയസ്സ് പ്രായമുണ്ടായിരുന്നു. തൂക്കിക്കൊല്ലുന്നതിൻ്റെ തലേ ദിവസം അയാൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല. അവസാനത്തെ ആഗ്രഹം വല്ലതുമുണ്ടോ എന്ന ചോദ്യത്തിന് ഒന്നുമില്ല എന്ന് മറുപടി പറഞ്ഞ് തികഞ്ഞ നിസ്സംഗതയോടെ ജയിലിൻ്റെ ഇടനാഴിയിലൂടെ അയാൾ തൂക്കുമരത്തിലേക്ക് നടന്നു കയറി. 14 പേരുടെ ജീവനെടുത്ത അയാൾ ക്ഷണനേരം കൊണ്ട് കഴുമരത്തിൽ കിടന്നാടി. ഏതൊരു ക്രൂരനും കാലം നൽകുന്ന ശിക്ഷ ഭയാനകരമായിരിക്കുമെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റിപ്പർ ചന്ദ്രനെക്കുറിച്ചുള്ള ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.